ഗാനാലാപന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന രാജ്യദ്രോഹ നിലപാട് ഈ രാജ്യത്തിനാകെ അപമാനകരമായിട്ടുള്ള കാര്യമാണ്. സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേമാതര ഗാനം ചൊല്ലാൻ വിസമ്മതിച്ചതിലൂടെ മുഴുവൻ ഭാരതത്തിനും അപമാനമായി മാറുകയാണ് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ വന്ദേമാതരം പാടിയിട്ടുണ്ട്. അതിൽ ഒഴിഞ്ഞു നിന്നത് തമിഴ്നാടും കേരളവും മാത്രമാണ്. തമിഴ്നാട് ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് ഭരിക്കുന്നത് വേണമെങ്കിൽ പറയാം. പക്ഷേ കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്സാണ്. ആ പാർട്ടി 40 വർഷക്കാലം വന്ദേമാതര ഗാനം ദേശീയ ഗീതമായി പാർട്ടി സമ്മേളനങ്ങളിലും പൊതുപരിപാടികളിലും ആലപിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. മുസ്ലിം ലീഗിൻ്റെയും ജിന്നയുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് 1937 കോൺഗ്രസ് നിലപാട് മാറ്റുന്നത്. പക്ഷേ അതിനുശേഷവും വന്ദേമാതരത്തിൻ്റെ ആദ്യ ചരണങ്ങൾ കോൺഗ്രസ് പാടിയിട്ടുണ്ടായിരുന്നു. അവസാനത്തെ 2 ചരണങ്ങളോടാണ് എതിർപ്പെന്നാണ് 1937 കോൺഗ്രസ് പറഞ്ഞത്. രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷവും വന്ദേമാതരത്തിൻ്റെ ആദ്യ ഭാഗത്തോട് കോൺഗ്രസ് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം രാജ്യത്തിലെ പാർലമെന്റ് നിയമം പാസാക്കി വന്ദേമാതരത്തിന് ഭരണഘടനാപരമായിട്ടുള്ള പദവി നൽകി. ദേശീയ ഗീതം പാടുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോകോൾ എന്തെല്ലാം ആകണമെന്നതിനെക്കുറിച്ച് പാർലമെന്റ് നിയമം പാസാക്കിയിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട ഔദ്യോഗിക ചടങ്ങുകളിൽ ദേശീയ ഗാനത്തോടൊപ്പം ദേശീയ ഗീതവും ഉണ്ടാകണം എന്ന് ഗവൺമെന്റ് പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. പാർലമെന്റ് അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങൾ, ഹിമാചൽ പ്രദേശും തെലങ്കാനയും അതുപോലെ കർണാടകയും, ഈ 3 സംസ്ഥാനങ്ങൾ ആഗസ്റ്റ് 15 സമ്പൂർണ്ണമായി വന്ദേമാതരം പാടിയിട്ടുണ്ട്. കോൺഗ്രസ് പിന്തുണ നൽകുന്ന, കോൺഗ്രസ് നിർണായകമായ സ്വാധീനമുള്ള ജാർഖണ്ഡിലെ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് സമ്പൂർണ്ണമായി വന്ദേമാതരം പാടിയിട്ടുണ്ട്. കേരളത്തിലെ വി ഡി സതീശന്റെ ഗവൺമെന്റ് വന്ദേമാതരം സമ്പൂർണ്ണമായി പാടിയില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ നിലപാട് ആദ്യഖണ്ഡം പാടണമെന്നാണ്, അതുപോലും പാടിയില്ല. അപ്പൊ സമ്പൂർണ്ണമായി വന്ദേമാതരത്തെ നിഷേധിച്ച, വന്ദേമാതരത്തെ അപമാനിച്ച, അതിലൂടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ആകെ അപമാനിച്ചിട്ടുള്ള ഗവൺമെന്റായി വി ഡി സതീശന്റെ ഗവൺമെന്റ് കേരളത്തിൽ മാറിയിരിക്കുന്നു. കോൺഗ്രസിന്റെ നിലപാട് പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വി ഡി സതീശന്റെ ഗവൺമെന്റ് ഇത്തരമൊരു തീരുമാനമെടുത്തത് ലീഗിന്റെയും ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമാണ്. ജമായത്തെ ഇസ്ലാമിക്കും SDPക്കുമൊക്കെ വന്ദേമാതരത്തോടുള്ള എതിർപ്പ് നമുക്ക് മനസ്സിലാക്കാം. മുസ്ലിം ലീഗിന് വന്ദേമാതരത്തോടൊപ്പം, വന്ദേമാതരവും ഭാരതമെന്നുള്ള കാഴ്ചപ്പാടിനൊക്കെ എതിരാണ് മുസ്ലിം ലീഗ്. ആ ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വന്തം പാർട്ടി നിലപാട് പോലും ബലികഴിക്കുകയാണ് വി ഡി സതീശൻ ചെയ്തത്. മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത് കോൺഗ്രസിന്റെ നിലപാടുണ്ടല്ലോ. വി ഡി സതീശൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണല്ലോ. വി ഡി സതീശൻ ലീഗിന്റെ മുഖ്യമന്ത്രിയല്ലല്ലോ. ആഗസ്റ്റ് 14 വി ഡി സതീശൻ പറഞ്ഞത് UDF-ന് നിലപാടുണ്ട് എന്നാണ്. ആ നിലപാടെന്താണ്? കോൺഗ്രസ് നിലപാടല്ലേ UDF-നുള്ളത്? അപ്പോ കോൺഗ്രസിന്റെ 3 സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കില്ലാത്ത എന്ത് ഇമ്മ്യൂണിറ്റിയാണ് വി ഡി സതീശനുള്ളത്? കോൺഗ്രസിന്റെ 3 മുഖ്യമന്ത്രിമാർ കാണാത്ത എന്ത് പാതകമാണ് വന്ദേമാതരത്തിൽ വി ഡി സതീശൻ കണ്ടത്? AICC ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി പാടിയല്ലോ. ചില അവസരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും കോൺഗ്രസ്സുകാർ മുഴുവൻ ഏറ്റുപാടിയല്ലോ.
അവിടെ ഒന്നുമില്ലാത്തത് കേരളത്തിൽ മാത്രം എന്തിനാണ് കൊണ്ടുവരുന്നത്? അത് അജണ്ട കൃത്യമാണ്. ഇത് പുതിയ കേരള സ്റ്റോറിയാണ്. രാജ്യത്തിൻ്റെ ദേശീയ ജീവിതത്തിൽ നിന്ന് മാറി നടക്കാൻ മലയാളികളെ പ്രേരിപ്പിക്കുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത്. ഒരു വിഭജനത്തിൻ്റെ പുതിയ മുദ്രാവാക്യം ഉയർത്തുകയാണ് മുസ്ലിം ലീഗിന് വേണ്ടി വി ഡി സതീശൻ ചെയ്യുന്നത്. 1937 ലീഗിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വന്ദേ മാതരം ഒഴിവാക്കി. അന്ന് കോൺഗ്രസ് ലീഗിൻ്റെ വിഭജനവാദത്തിന് അംഗീകാരം കൊടുത്തു. ദ്വിരാഷ്ട്രവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേരിട്ടുള്ള സമരത്തിൽ ലീഗ് ഇറങ്ങുന്നതിന് മുമ്പ് ചരിത്രം പഠിക്കുമ്പോൾ ലീഗ് ആദ്യം ചെയ്തത് വന്ദേ മാതരത്തിനായിട്ട് ശബ്ദമുയർത്തി. രണ്ടാമത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ സംവരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. കേരളത്തിൽ മതത്തിൻ്റെ പേരിൽ ജില്ല ലീഗ് നേരത്തെ ആവശ്യപ്പെട്ടു. ഇപ്പോൾ വന്ദേ മാതരത്തിലെ നിലപാട് സ്വീകരിച്ചു. വീണ്ടും ഒരു വിഭജനവാദത്തിലേക്ക് ഈ രാജ്യത്തെ എത്തിക്കാൻ ലീഗിന് വേണ്ടി വി ഡി സതീശൻ പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് രണ്ടാം മുഹമ്മദ് അലി ജിന്നമാരുടെ ആഹ്വാനം കേട്ടുകൊണ്ട് മലയാളികൾക്കാകെ അപമാനമുണ്ടാക്കി വെക്കുന്ന ഈ സമീപനത്തിൽ രാജ്യം മുഴുവൻ കേരളത്തിൻ്റെ ഈ ദുസ്ഥിതിയോർത്ത് ആശങ്ക ഉണ്ടാകുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ ജീവിതത്തിൽ നിന്ന് കേരളത്തെ വേറിട്ട് നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. 37 കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ 47 രാജ്യം വിഭജിച്ചു. 37 അവർ വന്ദേ മാതരത്തെ വിഭജിച്ചു. 47 രാജ്യത്ത് വിഭജിച്ചു. 37 വന്ദേ മാതരത്തെ വിഭജിക്കണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു, കോൺഗ്രസ് അംഗീകരിച്ചു. 47 രാജ്യം വിഭജിക്കണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു, കോൺഗ്രസ് അംഗീകരിച്ചു. സമാനമാണ് 2026 വന്ദേ മാതരത്തെ കേരളത്തിൽ ഒഴിവാക്കണം എന്ന് ലീഗ് ആവശ്യപ്പെടുന്നു. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഈ രാജ്യത്ത് കേരളത്തെയും ഒഴിവാക്കണമെന്ന് ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ആവശ്യപ്പെട്ടാൽ കോൺഗ്രസ് CPM അംഗീകരിച്ചുകൊടും. ഈ ആപൽക്കരകമായിട്ടുള്ള കാര്യമാണ് ഈ വന്ദേ മാതര നിഷേധത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് ലീഗിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന കോൺഗ്രസിന്റെ നിലപാടിനെതിരായി, രാജ്യദ്രോഹ നിലപാടിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രചരണത്തിനും പ്രക്ഷോഭത്തിനും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യം ആലോചിക്കുകയാണ്. കാരണം പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് ഔദ്യോഗിക ചടങ്ങുകളിൽ ദേശീയ ഗാനത്തോടൊപ്പം ദേശീയ ഗീതം ഉണ്ടാകണം എന്ന് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളതാണ്. സ്വാതന്ത്ര്യ ദിനാഘോഷം എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങാണ്. ആ ഔദ്യോഗിക ചടങ്ങിൽ നിർബന്ധമായിട്ടും ദേശീയ ഗീതം ഉണ്ടാവേണ്ടതാണ്. അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, മീറ്റിംഗ് ബസ്